ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും സുഖവും സന്തോഷമായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന് വേണ്ടി എൻ്റെ ദുആയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ദുആയിൽ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ്. അത് കേൾക്കുക ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം തെറ്റുണ്ട് എന്നത് എനിക്ക് കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിടുക, അയക്കുക. 22,200 സബ്സ്ക്രൈബ് ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ഈ 12,000 കൂട്ടുകാരിലെങ്കിലും ഇതെത്തുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ശമ്പളത്തെയാണ്, നിങ്ങളെല്ലാം താത്ത. അപ്പോൾ ഇതിന് മറുപടി തരില്ലേ? ത്യാഗം, അതാണ് നമ്മുടെ ഇവിടെ ഞാൻ എടുത്തിരുന്ന കണ്ടൻറ്റ്. ഞാൻ ഇന്നാൾ ഇതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു സഹോദരി ത്യാഗത്തിനെ പറ്റി പറയുന്നത് കേട്ടു. എനിക്കൊന്നൊന്നും മനസ്സിലായില്ല. ത്യാഗം അത് ചെയ്തിട്ടുള്ളവർക്കേ ശരിക്ക് ത്യാഗത്തിനെ പറ്റി അറിയുള്ളൂ. അനുഭവിച്ചവർക്കേ ശരിക്ക് ത്യാഗത്തിനെ പറ്റി അറിയുള്ളൂ. ത്യാഗം എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ശരിയല്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തിരുത്തി തരിക. ഈ ത്യാഗം എന്ന് പറയുന്നത് എന്താണെന്ന എൻ്റെ വിലയിരുത്തൽ ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്, ഇപ്പോൾ നിങ്ങളിലൊരാൾക്ക് അമിതമായ വിശപ്പുണ്ട്, നമ്മുടെ കയ്യിൽ മിതമായ ഭക്ഷണമേ ഉള്ളൂ. ആ സമയത്ത് നമ്മളെപ്പോലെ അമിതമായിട്ട് വിശന്നിട്ടൊരു ഒരു വലുതോ ചെറുതോ നമ്മളെപ്പോലെ ഒരു കൂടപ്പിറപ്പ്, നമ്മുടെ ഒരു സഹജീവി നമ്മളോട് വന്ന് പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, എനിക്ക് വയറ് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ, ഞാനിപ്പോൾ മരിച്ചു പോകും, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാതെ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അതാണ് യഥാർത്ഥ ത്യാഗം. എൻ്റെ അറിവിൽ ഉള്ള ത്യാഗം. അതേപോലെ തന്നെ മറ്റൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കും സമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാതിരുന്നിട്ട് നിങ്ങളിലൊരാൾ, നിങ്ങൾക്കും സമൂഹത്തിൽ നമ്മുടെ എല്ലാവരും ജീവിക്കുന്ന പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നിട്ടും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കടൽ കടന്ന് പ്രവാസത്തിലേക്ക് പോണില്ലേ? പ്രവാസികളാവണില്ലേ? പലരും പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളോടെ കഴിയുന്നില്ലേ? ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന പോലെ നമ്മൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും തരാതെ ചിലവർ നമ്മളെ അടിമകളാക്കി വേലെടുപ്പിക്കുന്നില്ലേ? അതനുഭവിച്ചവരുണ്ടോ ഈ കേൾക്കുന്ന കൂട്ടത്തിൽ? അവരുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കാതെ അതിനെ തരണം ചെയ്ത് കിട്ടുന്ന കുബൂസോ ഉണക്കറൊട്ടിയോ തിന്ന് കുപ്പിയിൽ ബാക്കി വരുന്ന വെള്ളമോ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൊണ്ടുവന്നൊക്കെ വെള്ളം എടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൈപ്പിൽ കൂടി വരുന്ന വെള്ളമോ അഴുക്ക് വെള്ളമോ കുടിച്ചിട്ട് ജീവിക്കേണ്ടി വന്നാലും നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാതെ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമ്പർക്കവും, ഒരാളായിട്ട് സമ്പർക്കം പോലും പുറത്ത് പെടാൻ പറ്റാതെ ജീവിതം നരകതുല്യമായി അനുഭവിച്ചിട്ടുള്ള നമ്മുടെ പ്രവാസികളില്ലേ? ചിലർ മരുഭൂമിയിലാണെങ്കിലും മറ്റുള്ളവൻ്റെ അടുക്കളയിലാണെങ്കിലും കാറിൽ, പിന്നെ നമ്മൾ എന്ത് ജോലിയിലാണെങ്കിലും അങ്ങനെ അകപ്പെട്ടു പോകുന്നവരില്ലേ? അവരും സമാധാനപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? അവരുടെ കുടുംബത്തിന് അന്നം കൊടുക്കാൻ വേണ്ടിയിട്ട്, കുടുംബത്തിന് ആശ്രയം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നവർ
എനിക്ക് എൻ്റെ മക്കൾ തരും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അയച്ചു തരും, എൻ്റെ മോൻ തരും, എൻ്റെ മോള് തരും എന്ന് കരുതി നമ്മുടെ നാട്ടിൽ നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ലേ? അതാണ് യഥാർത്ഥ ത്യാഗം. എനിക്കറിയുന്നതിൽ രണ്ടാമത്തെ ത്യാഗം അതാണ്. പിന്നെ ഒരു കൂട്ടരുണ്ട്, നിങ്ങളിൽപ്പെട്ടവർ, നിങ്ങളിലുള്ളവർ. നമുക്ക് ജീവിക്കാൻ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാതിരുന്നിട്ടും എല്ലാ വഴി കൂടി നമുക്കും വാങ്ങിയെടുത്ത് നമുക്കും സമൂഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി ജീവിക്കാമായിരുന്നിട്ടും നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഒരു കൂട്ടി അവർക്ക് വേണ്ടി ഓടി നടന്ന് മറ്റുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്നുമില്ലാതെ എവിടെയെങ്കിലും ഒഴിഞ്ഞു മൂടി ചോർന്നിരിക്കുന്ന വീട്ടിൽ ആരോരും തുണയില്ലാതെ നമ്മുടെ പിഞ്ചു മക്കളെയും ഒതുക്കി നമ്മുടെ വിശപ്പ് പുറത്തഴിക്കാതെ കഴിയുന്ന ഒരു വിഭാഗമില്ലേ? അതല്ലേ ത്യാഗം? അതൊക്കെയല്ലേ മക്കളെ ത്യാഗം എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളികളുണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, അതേപോലെ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, നമ്മൾ നമ്മുടെ ജീവിത പങ്കാളികളാണെന്ന് കരുതിയിട്ട് അവർ മാത്രമാണ് നമ്മുടെ ലോകം, അവർ മാത്രമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ജീവിത പങ്കാളികളില്ലേ, ഒരു ദിവസം അവർ നമ്മളെ അല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, അവർക്ക് വേറെ വേറെ ചില ഇഷ്ടങ്ങളുണ്ട്, അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്, അവരോടൊപ്പം ആണ് ജീവിക്കുന്നതെന്നറിയുമ്പോൾ മനസ്സ് തകർന്ന് നമ്മൾ പിന്മാറി കൊടുക്കുന്നില്ലേ? അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ട് ദുഃഖത്തിൻ്റെ തീരാക്കഴുത്തിലേക്ക് മുങ്ങിത്താണ് ജീവിക്കുന്ന നമ്മളില്ലേ? അതല്ലേ ത്യാഗം? അങ്ങനെ എനിക്ക് ഒരുപാട് ത്യാഗങ്ങളെപ്പറ്റി പറയാനുണ്ട്. എനിക്ക് അറിയുന്ന ത്യാഗങ്ങൾ ശരിക്കും ഞാനീ പറഞ്ഞതിൽ ഏതാണ് ത്യാഗം? നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ ഇതിനെപ്പറ്റി ഒരു ധാരണ. അപ്പം എൻ്റെ കൂടപ്പിറപ്പുകൾ, ഇതിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് ഒറിജിനൽ ത്യാഗം എന്നുള്ളത് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ. അപ്പോൾ ആ സഹോദരിയുടെ ത്യാഗം എന്നുള്ള വാക്ക് വച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന കേട്ടപ്പോൾ യഥാർത്ഥ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഭൂമിയിൽ. നമ്മളുള്ള സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമ്പോൾ കണ്ണിൽ നിറയുന്ന കണ്ണുനീര് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഉള്ളാലെ കരഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുനീരിനെ നമ്മൾ പിടിച്ചമർത്തിക്കൊണ്ട് പടിയിറങ്ങിപ്പോകുന്ന പാവങ്ങളില്ലേ? അതല്ലേ ത്യാഗം? ഏതാണ് മക്കളെ ത്യാഗം? എവിടെയാണ് മക്കളെ ത്യാഗം ഉള്ളത്? നിങ്ങൾ ഇത്താക്കൊന്നും പറഞ്ഞു തരണം കേട്ടോ. എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു. എല്ലാവരും നമ്മളുടെ ഈ ത്യാഗത്തിനെ പറ്റിയുള്ള ഈ ചോദ്യങ്ങൾ, ഈ ഒരു വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് അത് കമൻറ്റിൽ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ മക്കൾക്കും കൂട്ടുകാർക്കും കൂടപ്പിറപ്പുകൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.